ജാനുമ്മ പതിവ് പോലെ തയ്യൽ മെഷീനിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് മടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി ഒന്ന് കിടന്നോളൂ എന്ന് ദിയ പറഞ്ഞപ്പോൾ അതിൽ മറുവാക്കിന് ഇഷ്ടമല്ലായിരുന്നു. അനിയത്തി അനന്യയുടെ കൈ പിടിച്ച് അവൾ മുകളിലത്തെ നിലയിലേക്ക് നടന്നു. ആദ്യത്തിൻ്റെ മുറിക്ക് തൊട്ടടുത്തായിരുന്നു ദിയയുടെ റൂമും. ഇടനായി കടന്നു പോകുമ്പോൾ വിഹാൻ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് വന്നു. അവളെ ഒന്ന് നോക്കി. ദിയ ഒളിഞ്ഞു നോക്കുന്നത് കണ്ട് വിഹാൻ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. ഒരു നോട്ടം കൊണ്ട് തന്നെ കൊന്നുകളയുമല്ലോ ഇവൾ എന്നവൻ ഉള്ളിൽ മൊയിഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട്. ആദിത്യൻ വാതിലെത്തിയപ്പോൾ ദിയ അനന്യയോട് മെല്ലെ ഉപദേശിച്ചു. ഇവിടെ നോക്കാനോ, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി വെച്ചോണം. ആദ്യേട്ടനോട് കുറച്ച് ശ്രദ്ധയൊക്കെ വേണം സംസാരിക്കാൻ. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കി വെക്കരുത്. അതിനിവിടെ എന്താ ഉള്ളത്? നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാകുന്നത്, അനന്യ മടിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു. ഒന്നും പേടിക്കേണ്ട, നീ അകത്തേക്ക് പോ. ആദി എല്ലാം നോക്കിക്കോളാം. നീ ശാന്തമായിരുന്നാൽ മാത്രം മതി. ആവശ്യമില്ലാതെ വഴക്കിന് പോകരുത്. അവർ പറയുന്നതൊക്കെ കേൾക്കണം, കേട്ടല്ലോ? തീ അവളെ സൗമ്യമായി അകത്തേക്ക് തള്ളിവിട്ട് വാതിലടച്ചു. കയ്യിൽ പാൽ ഗ്ലാസുമായി മുടി നിറയെ മുല്ലപ്പൂവും ചൂടി നേരിതിൽ തിളങ്ങി നിൽക്കുന്ന അനന്യയെ കണ്ട് ആദിത്യൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ആ സൗന്ദര്യം അവൻ കൺകുളിർക്കെ ആസ്വദിച്ചു. കുറച്ചു സമയം മുറിയിൽ മൗനം തളം കെട്ടി നിന്നു. അനന്യ തലയുയർത്തി നോക്കിയതുപോലുമില്ല. ആദിത്യൻ പതിയെ ചെന്ന് വാതിൽ കുറ്റിയിട്ട് പൂട്ടി. അവളുടെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് വാങ്ങി മേശപ്പുറത്തേക്ക് വെച്ചു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അനന്യ തരിച്ചു നിന്നു. അവൻ ശാന്തനായി തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവളിൽ ഒരു അസ്വസ്ഥത പടർന്നു, കൂടെ പേടിയും. ഇവിടെ നോക്കി, നമ്മൾ നേരത്തെ സംസാരിപ്പിച്ച കാര്യമാണ്. കോളേജ് തുറന്നാൽ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറും. അതുകൊണ്ടിപ്പോൾ ഇങ്ങനെയൊന്നും വേണ്ട, പ്ലീസ്. അനന്യയുടെ വാക്കുകൾ അഭ്യർത്ഥനയായിരുന്നു. അനന്യ, നീ ഇപ്പോഴും ആ പഴയ ചിന്താഗതി തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് പഠിക്കണം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. പ്ലീസ്, എന്നെ വെറുതെ വിടും. അവൾ പിന്മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ആദിത്യൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അനന്യ, പേടിക്കേണ്ട, ഇതിലൊന്നുമില്ല. ഇത്രയും നാൾ എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് എന്നെപ്പറ്റി നിനക്കൊരു ധാരണയുണ്ടാകുമല്ലോ. വിവാഹം കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ? എത്ര നാൾ ഇങ്ങനെ മാറി നിൽക്കാൻ കഴിയും? എന്നെ ഹോസ്റ്റലിൽ ചേർക്കാമെന്ന് നിങ്ങൾ ഉറപ്പ് തന്നതല്ലേ, പിന്നെന്താ? അവൾ കുസൃതിയോടെ ചോദിച്ചു. കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. ഇനി കോളേജ് തുറക്കാൻ 10 ദിവസമല്ലേ ഉള്ളൂ. അതിനുള്ള നീ ഇതെല്ലാം ശീലിക്കണം. കോളേജ് സമയത്ത് പെട്ടെന്ന് ഇതൊക്കെ ആകുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടാകും, അവൻ സൗമ്യമായി പറഞ്ഞു. എന്നാൽ അനന്യക്കത് സ്വീകാര്യമായിരുന്നില്ല. എനിക്കിതിലൊന്നും താല്പര്യമേയില്ല. അവൾ പതിയെ അവനെ നോക്കി. അവൻ്റെ കത്തുന്ന മിഴികൾ കണ്ടതും അവൾ മിഴികൾ താഴ്ത്തി. ആദ്യത്തിന് ദേഷ്യം ഇരച്ചു കയറി. അവൻ തലമുടിയിൽ വിരലുകൾ അമർത്തി അവളിലേക്ക് നോക്കി. അനന്യ കണ്ണുകൾ ഇറുകെ അടച്ച് ഒരു വശത്തേക്ക് മെല്ലെ പതിയെ ബെഡിൽ കിടന്നു. എന്താ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. ഇനി എന്നെ നിർബന്ധിപ്പിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ പുതപ്പ് തലവഴി വലിച്ചിട്ട് കിടന്നു. ആദിക്ക് ദേഷ്യം അതിര് കിടന്നു. മുറിയിൽ ഭംഗിയായി കെട്ടിത്തൂക്കിയിരുന്ന മുല്ലപ്പൂമാല അവൻ ആക്രോശത്തോടെ പൊട്ടിച്ചെറിഞ്ഞു. മത്തവിരി വലിച്ചൂരി ദേഷ്യത്തോടെ അവൻ കിടക്കയിലേക്ക് മറിഞ്ഞു. എന്നാൽ മറ്റു റൂമിൽ ദിയ തൻ്റെ റൂമിലേക്ക് കടന്നു. പതിവ് പോലെ സോഫയിൽ കിടക്കാൻ ഒരുങ്ങുമ്പോൾ വിഹാൻ്റെ ക്ഷമ നശിച്ചിരുന്നു. എന്താടി നീ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? നിനക്കൊന്നും മനസ്സാക്ഷിയില്ലേടി? അവിടെ എൻ്റെ ജ്യേഷ്ഠൻ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുക. അവൻ സന്തോഷമായിരിക്കുന്നു. നീ എന്നെ ഇപ്പോഴും പട്ടിണിക്കിട്ടിരിക്കുകയാ. ഇന്നേക്ക് നിനക്ക് വട്ടിപ്പലിശയും കൂടി തരുന്നുണ്ടടി ഞാൻ എന്നവൻ പറഞ്ഞ് അവളെ കൈകളിൽ കോരിയെടുത്തു. അയ്യോ വിഹാൻ, ഒന്ന് താഴെ നിർത്തി, കുറച്ച് ക്ഷമിക്ക്. 2-3 ദിവസം കഴിയട്ടെ. ക്ഷേത്രത്തിലെ വിശേഷമൊക്കെ കഴിഞ്ഞിട്ടാവാം. ദിയ അവനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ നോക്കടി, ഇത്രയും ഞാൻ സ്വയം നിയന്ത്രിച്ച് നിന്നത് തന്നെ വലിയ കാര്യം. ഞാൻ എത്ര കഷ്ടപ്പെട്ട് എനിക്ക് മാത്രമേ അറിയൂ. ഇന്നെന്തായാലും വിടില്ല ഞാൻ. മര്യാദക്ക് എൻ്റെ കൂടെ കിടക്ക്. വെറുതെ ഓരോ കാരണങ്ങൾ പറയരുത് നീ, അവൻ അവളുടെ മേൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു. നാളെയല്ലേ ക്ഷേത്രത്തിൽ വിശേഷമുള്ളത്? അത് നാളെയല്ലേ? ഇന്നിവിടെ നടക്കുന്നത് കൊണ്ട് നിനക്ക് തെറ്റൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ ആദരങ്ങൾ സ്വന്തമാക്കി. മറുഭാഗത്ത് ആദിത്യൻ തൻ്റെ ദേഷ്യം അടക്കി കിടക്കയിൽ അസ്വസ്ഥനായി കിടക്കുകയായിരുന്നു. ആദിത്യൻ അന്ന് രാത്രി ഉറക്കം വന്നതേയില്ല. കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും കണ്ണുകൾ അടയുന്നേയില്ല. ഒടുവിൽ അസ്വസ്ഥത സഹിക്കാനാവാതെ അവൻ ഇടയ്ക്കിടെ എഴുന്നേറ്റ് അനന്യയെ നോക്കും. അവൾക്ക് യാതൊരു പ്രശ്നമില്ല.
കുഞ്ഞു കുഞ്ഞുങ്ങളെപ്പോലെ കമഴ്ന്നു കിടന്ന് ലോകത്തൊന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ സുഖമായി ഉറങ്ങുകയവൾ. അവളുടെ ആ കിടപ്പ് കണ്ടപ്പോൾ ആദിത്യൻ്റെ മുഖത്ത് ദേഷ്യവും അത്ഭുതവും ഒരുമിച്ചെത്തി. അവളുടെ കിടത്തം കണ്ടാൽ മറ്റുള്ളവരുടെ ഫീലിങ്സിനെക്കുറിച്ച് അവൾക്കൊരു ബോധവുമില്ലെന്ന് തോന്നും. അവൻ മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് അവളെ നോക്കിക്കൊണ്ട് മൊഴിഞ്ഞു. സത്യത്തിൽ ആദിത്യനെ തന്നെ അറിയാമായിരുന്നു. തുടക്കത്തിൽ അവൻ കുറച്ചൊക്കെ ഓവറായി സംസാരിച്ചു. അതിൻ്റെ പണി ഇപ്പോഴാണ് തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. ഹോസ്റ്റലിൽ പോകണം ഇത് തന്നെ അവളുടെ വായിൽ നിന്ന് എപ്പോഴും വരികയുള്ളൂ. അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്കുകൾ ഓർത്തപ്പോൾ അവൻ നെറ്റിയിൽ കൈവച്ചു. ഇവളെ എങ്ങനെയാ ഞാനൊന്ന് മനസ്സിലാക്കിയെടുക്കുക, കാന്താരി. അവൻ പതുക്കെ നെടുവീർപ്പിട്ടു. പെട്ടെന്ന് അനന്യയെ നോക്കി. രാത്രി 2 മണി കഴിഞ്ഞിരിക്കുന്നു. താൻ ഇവിടെ കിടന്ന് ഉറക്കം വരാതെ തല പുകഞ്ഞിരിക്കുമ്പോൾ കക്ഷിയൊന്നും അറിയാത്തതുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. രാത്രി 2 മണിക്ക് എന്നെ ഇങ്ങനെ പുലമ്പാൻ വിട്ടിട്ട് ഈ ഭദ്രകാളി എങ്ങനെ എത്ര സുഖമായി ഉറങ്ങുന്നത്? അവൻ്റെ മനസ്സിൽ ചെറിയൊരു ദേഷ്യം പൊട്ടിപ്പുറപ്പെട്ടു. ഇവളെ അടുത്ത് എങ്ങോട്ടെങ്കിലും എറിഞ്ഞാലോ? ഒരു നിമിഷം ആ ചിന്ത അവൻ്റെ മനസ്സിൽ കടന്നുപോയി. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ ഒന്ന് സ്വയം ശാസിച്ചു. ആദിത്യ, ധൃതിപ്പെട്ട് ഒന്നും ചെയ്യരുത്. അവൾ ഓവറായി ചെയ്യുന്നുണ്ടെങ്കിലും നീ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ അത് തന്നെ കാരണമാക്കി നിന്നെ വിട്ട് എസ്കേപ്പ് ആകും. അതുകൊണ്ട് കൂൾ ഡൗൺ മാൻ. അവൻ കണ്ണുകളടച്ച് ഒരു നിമിഷം ചിന്തിച്ചു. ഇവളെ കൊല്ലണം. ആ ചിന്ത വന്നതും അവൻ തല കുടഞ്ഞു. പറ്റില്ല, ഉറങ്ങാം. സ്വയം പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കിടക്കയിലേക്ക് ചാഞ്ഞു. പക്ഷേ ഉറക്കം മാത്രം വന്നില്ല. 5 മിനിറ്റ്, 10 മിനിറ്റ്, അരമണിക്കൂർ. കണ്ണുകൾ അടച്ചിട്ടും ചിന്തകൾ മാത്രം ഓടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അവൻ അസഹനീയമായി എഴുന്നേറ്റു. എന്ത് ചെയ്യാനാ, ഉറക്കമേ വരുന്നില്ലല്ലോ ഈശ്വര. അവൻ അനന്യയെ ഒന്ന് നോക്കി. സംസാരിക്കാതെ ബാത്ത് ടബിൽ കിടക്കാമെന്ന് കരുതി. അതാണ് ഏറ്റവും നല്ല സേഫായ സ്ഥലം. അവൻ പതുക്കെ എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു. കുറച്ചു നേരം ബാത്ത് ടബിൽ കിടന്നപ്പോൾ തണുപ്പ് ശരീരത്തിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. അയ്യോ, ഇതിലും കൂടുതൽ കിടന്നാൽ നാളെ പനി പിടിക്കും. അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. വസ്ത്രം മാറ്റി പുറത്തേക്ക് വന്നപ്പോൾ മുറിയാകെ നിശബ്ദമായി. അനന്യ എപ്പോഴും അതേ കിടപ്പിൽ തന്നെ. അവൾ എന്തോ സ്വപ്നം കാണുന്നുണ്ടാകണം. ഉറക്കത്തിനിടയിലും അവളുടെ ചുണ്ടുകൾ ഇതളുകൾ വളരെ നേരിയതായി വിടർന്ന് ഒരു കുഞ്ഞു പുഞ്ചിരി. ആ പുഞ്ചിരിയിൽ എന്തോ ഒരു നിഷ്കളങ്കമുണ്ടായിരുന്നു. അവളെ നോക്കി നിന്ന് ആദിത്യൻ്റെ മനസ്സിലെ ദേഷ്യമൊക്കെ പതിയെ അലിഞ്ഞുപോയി. അവൻ പോലും അറിയാതെ പുഞ്ചിരിയിൽ മഴങ്ങിപ്പോയി. കുറച്ചു നേരം അവളെ നോക്കി നിന്ന ശേഷം ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് ചെന്നവൻ. ഒടുവിൽ അവനും അവളുടെ അരികിൽ കിടന്നു. ആദിത്യൻ അവളെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. എത്ര നേരമായി താൻ തന്നെ നോക്കിയിരിക്കുന്നെന്ന് അവന് പോലും അറിഞ്ഞില്ല. പക്ഷെ അവൾക്ക് അതൊന്നും അറിയുന്ന ലക്ഷണമേയില്ല. അനന്യ, ഒരു മനുഷ്യൻ നിന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൻ പതുക്കെ പുലമ്പി. ആ ഫീലിങ്സ് ഒന്നും നിനക്കുള്ളിൽ വരുന്നതേയില്ല. അവൻ്റെ ശബ്ദത്തിൽ പാവത്താൻ്റെ ഭാവം. പക്ഷെ അനന്യയോ? അവൾ നല്ല ഉറക്കത്തിലും. എങ്കിലും ഇടയ്ക്കിടെ അവളുടെ ചുണ്ടുകൾ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. ആദിത്യൻ അവളുടെ ആ പുഞ്ചിരിയിലേക്ക് നോക്കി കിടന്നു. എന്താ ഇവൾ സ്വപ്നം കാണുന്നത്? എന്തോ ഓർത്ത് ചിരിക്കുന്നുണ്ട്. കുട്ടികൾ ഉറക്കത്തിൽ ചിരിച്ച ദൈവത്തെ നോക്കി ചിരിക്കുന്നതാണ് പഴമക്കാർ പറയാറുണ്ട്. പക്ഷെ ഈ പ്രായത്തിലെ പെൺകുട്ടികൾ ഉറക്കെ ചിരിച്ചാൽ ആദിത്യൻ്റെ ചുണ്ടിൽ കുസൃതി ചേരി തെളിഞ്ഞു. ദൈവത്തെ നോക്കി ചിരിക്കുന്നതൊന്നുമല്ല, ഭാവിലെ ഭർത്താവിനെ ഓർത്തായിരിക്കും, അവൻ മനസ്സിൽ പറഞ്ഞു. പിന്നെ ഒന്ന് നിർത്തി വീണ്ടും അവളെ നോക്കി. അതിലും കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളാണെങ്കിൽ തൻ്റെ ഭർത്താവിനെ ഓർത്ത് തന്നെയായിരിക്കും ഊണിലും ഉറക്കിലും ആലോചിച്ച് ചിരിക്കുന്നത്. അവൻ്റെ ചിരി കുറച്ചുകൂടി വലുതായി. അപ്പോഴാണ് ഉറക്കത്തിൽ കാവേരി അനന്യ ചെറുതായി അനങ്ങിയത്. അവൾ അറിയാതെ കഴുത്തും കവളും കിടക്കയിൽ ഉരച്ചു. പതുക്കെ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. അനന്യ വീണ്ടും തിരിഞ്ഞു കിടന്നു. കാന്താരി, അവൻ പതുക്കെ പറഞ്ഞു, അവളെ നോക്കിക്കണ്ട്. ഇപ്പോഴും കണ്ണു തുറന്ന് ഒന്നും നോക്കുന്നില്ല. ഇനി ഇവളെ ഞാൻ എന്താ ചെയ്യുക? ഇവൻ കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ മുഖത്ത് ഒരു കുസൃതി ചിരി വിരിഞ്ഞു. ഓക്കെ, ഒരു പ്രശ്നവുമില്ല, കിട്ടിയത് ലാഭം. ഫുൾ മീൽസ് കിട്ടിയില്ലെങ്കിലും അച്ചാർ പോലെ തൊട്ടുകൂട്ടാമല്ലോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആദിത്യൻ പതുക്കെ അവളെ തൻ്റെ അരികിലേക്ക് വലിച്ചടുപ്പിച്ചു. ഉറക്കത്തിരുന്ന അനന്യ അതൊന്നും അറിഞ്ഞതുമില്ല. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആദിത്യൻ കണ്ണുകൾ അടച്ചു.